സ്വകാര്യ മേഖലയിലും സംവരണം നടപ്പാക്കണമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. പട്ടികജാതി പട്ടികവർഗ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചിറ്റയം. പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുഴുവൻ കേന്ദ്ര സർക്കാർ സ്വകാര്യവൽക്കരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന റെയിൽവേ, LIC തുടങ്ങിയവയെല്ലാം സ്വകാര്യ മേഖലയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നതെന്നും ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. ഇതിലൂടെ ഏറ്റവും കൂടുതൽ തൊഴിൽ നഷ്ടമുണ്ടാകുന്നത് ദളിത് വിഭാഗത്തിനാണ്. അതിനാൽ സ്വകാര്യ മേഖലയിൽ സംവരണം കൊണ്ടുവരാൻ പാർലമെന്റിൽ നിയമം പാസാക്കണം. പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുമെന്ന് പറഞ്ഞ പലത് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ലെന്നും വിവിധ മേഖലയിലെ ഒഴിവുകൾ അടിയന്തരമായി നികത്തണമെന്നും ചിറ്റയം ഗോപകുമാർ കൂട്ടിച്ചേർത്തു. രാജ്യത്ത് ദളിതർക്ക് തൊഴിൽ ലഭിക്കണമെങ്കിൽ സംവരണം ഉണ്ടാകും. ആ സംവരണം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും പൊതുമേഖല നിലനിൽക്കണം. നിങ്ങൾ നോക്കൂ, UPSC നിയമനം നടത്തുന്നത്, ഇന്ത്യൻ റെയിൽവേ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ആ ഇന്ത്യൻ റെയിൽവേ പൂർണ്ണമായും സ്വകാര്യവൽക്കരിച്ചു. ഇപ്പോൾ അദാനിക്ക് കൊടുത്തിരിക്കുകയാണ്. ഷിപ്പിംഗ് കോർപ്പറേഷൻ സ്വകാര്യവൽക്കരിച്ചു. ടെലിഫോൺ ആൻഡ് ടെലിഗ്രാഫ് ഇപ്പൊ ഇല്ലാതായി, അത് പൂർണ്ണമായും സ്വകാര്യവൽക്കരിച്ചു. അതിന് അദാനിയുടെ പൊതുമേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിച്ചു. ബാങ്കിംഗ് മേഖല സ്വകാര്യവൽക്കരിച്ചു. അവരോട് പറഞ്ഞിരിക്കുന്ന VRS എന്നതോളം പറഞ്ഞിരിക്കുകയാണ്, പൂർണ്ണമായി സ്വകാര്യ മേഖലയിലേക്ക് പോകും. ഇൻഷുറൻസ് മേഖല ഏറ്റവും പ്രധാനമാണ് LIC. ആ LIC അല്ലാതെ പൂർണ്ണമായി സ്വകാര്യവൽക്കരണത്തിന്റെ പാതയിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. സിപ്പ സംസ്ഥാന പ്രസിഡന്റ് നെടുമ്പന അജയകുമാർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് D മോഹൻദേവ് പതാക ഉയർത്തി. സംസ്ഥാന കോർഡിനേറ്റർ C ദേവരാജൻ, സെക്രട്ടറി B സുരേഷ് കുമാർ, ട്രഷറർ TK രമേഷ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ S ശുചീന്ദ്രൻ, A സുരേന്ദ്രൻ, ഷാജി കോട്ടേക്കുന്ന് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന പ്രസിഡന്റായി നെടുമ്പന അജയകുമാറിനെയും സെക്രട്ടറിയായി G സത്യശീലനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.